ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുധീഷിൻ്റെയും ഇതിലെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ സുധീഷ് ആ ദൗത്യം ഏറ്റെടുക്കുക കേട്ടോ. രാജീവും അരുണും പറഞ്ഞ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. മനസ്സോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നിധിയും കൂടെ നിർബന്ധിക്കുന്നതുകൊണ്ട് ആണ് ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. കാരണം വലിയൊരു കടമയാണ് കിടക്കേണ്ടത്. കാരണം ഒരുപാട് പണം, അതുപോലെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുമൊക്കെ സുധീഷിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയാണ്, ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടേൽപ്പിക്കണം, ഞങ്ങൾ തന്നുവിട്ടതാണ് എന്ന് പറയണം. ബാക്കി ആരും ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ആ പണവും സ്വർണ്ണാഭരണങ്ങളൊക്കെ സുധീഷിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ട്. അപ്പോൾ സുധീഷ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം പണവും സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നത്, ഞാൻ തന്നെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ, നീ തന്നെ പോകണം സുധീഷ എന്ന് പറഞ്ഞ് വേറെ ആരും ഇവിടുന്ന് പോകാനില്ല. ഇന്ന് കൃത്യസമയത്ത് അവിടെ എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാശ്, ലക്ഷങ്ങൾ നഷ്ടമാകും. അതുകൊണ്ട് നീ എത്രയും വേഗം പോകണമെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിധിയും പറയാം, സുധീഷ് പോയിട്ട് വാ, അച്ഛനും ചേട്ടനും വയ്യാതിരിക്കുകയല്ലേ എന്ന് പറയുക കേട്ടോ. എന്തായാലും ഇപ്പോൾ നിധിക്ക് സുധീഷിനെ സ്നേഹിക്കുന്ന അച്ഛനെയും സഹോദരനെയുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം കൂടെ സ്നേഹം കൂടട്ടെ എന്ന് ഓർത്തായിരിക്കും നിധിയും നിർബന്ധിക്കുക കേട്ടോ. അങ്ങനെ സുധീഷ് മനസ്സോടുകൂടി ആ പണവുമായിട്ട് ഒരു കാറിൽ യാത്ര ചെയ്യുവാൻ പോവുകയാണ്. അങ്ങനെ ഈ സമയത്ത് നിധിയോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നിധിയും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് സുധീഷിനെ യാത്രയാക്കും. അങ്ങനെ സുധീഷ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ബാഗ് തൻ്റെ അടുത്ത സീറ്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലിങ്ങനെ നോക്കിയിട്ട് ചിന്തിക്കുകയാണ് സുധീഷ്, എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം? ഇത്രയും പണവും ഇത്രയും സ്വർണ്ണാഭരണങ്ങളും എൻ്റെ ഈ തന്ന് ഏൽപ്പിക്കുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം? വല്ലോ നാടകമാണോ അല്ലെങ്കിൽ വല്ല ചതിയാണോ എന്നിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മറുഭാഗത്തും കൂടെ ചിന്തിക്കുക സുധീഷിനോ. അങ്ങനെയാവാൻ സാധ്യതയില്ല. കാരണം ഇത്രയും പണവും ഇത്രയും സ്വർണ്ണാഭരണങ്ങളുമില്ലേ, ചതിക്കാനാക്കി ഇത് എൻ്റെ കയ്യിൽ തന്ന് ഏൽപ്പിക്കുമോ? അതാ പണം പോയില്ലേ, അവരെന്നെ പൊട്ടന്മാരാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടോ. അപ്പോൾ എന്തായാലും വളരെ കൺഫ്യൂഷൻ അടിച്ചാണ് സുധീഷ് യാത്ര ചെയ്യുന്നത്. ഏതാണെന്നോ ഒന്നും അറിയത്തില്ല. ഇതിനകത്ത് ചതിയുണ്ടെന്നോ അതോ സത്യസന്ധമായ രീതിയിലാണോ തന്നെ ഇത് ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നോ ഒന്നും അറിയത്തില്ലാതെ സുധീഷ് ഇങ്ങനെ എന്തിലുമാകട്ടെ എന്ന് ഓർത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന ഈ സമയത്ത് മറുഭാഗത്ത് അരുണും രാജീവും താൻ ആ ദൗത്യം അല്ലെങ്കിൽ സുധീഷ് ആ ദൗത്യം ഏറ്റെടുത്തതിൽ സന്തോഷിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. മനസ്സിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആരും കാണാതെ അത് മനസ്സിലൊതുക്കുകയും അതിനുശേഷം അരുണും രാജീവും പരസ്പരം ഒരു ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ സുധീഷിനെ പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ചതിക്കുവാൻ വേണ്ടി, ട്രാപ്പിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാം. അങ്ങനെ സുധീഷ് കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വഴിയിൽ ഒരു ബൈക്കുകാരൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കാണുക. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ആ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് ആ ബൈക്കുകാരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് തന്നെ കുറച്ച് ഗുണ്ടകൾ, കുറച്ച് അജാനബാഹുക്കളായ അല്ലെങ്കിൽ ബലവാന്മാരായ കുറച്ച് ചെറുപ്പക്കാർ ആ കാട്ടിൽ നിന്ന് പെട്ടെന്ന് കയറി മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കയറി വരികയും ആ കാറിന് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പണവും ബാഗും എടുക്കുക. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് വിളിച്ച് പറയാം, പണം ഇതിൻ്റെ അകത്തുണ്ടടാ എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് സുധീഷ് നോക്കുമ്പോൾ ഒരു 3-4 ചെറുപ്പക്കാർ അല്ലെങ്കിൽ 3-4 ഗുണ്ടകൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ബാഗ് എടുക്കുകയും തൻ്റെ ഈ അപകടത്തിൽ പെട്ടുകിടക്കുന്നവനോട് ഇതിനകത്ത് പണമുണ്ട് എന്ന് പറയുകയും ചെയ്ത് പെട്ടെന്ന് ഞെട്ടുക സുധീഷ് കേട്ടോ. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ വീണ് കിടന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടായി എന്ന് നാടകം കളിച്ച് കിടന്നവൻ സുധീഷിനെ തള്ളിയിടുകയും ഓടി ആ ബാഹ്യം എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ. അങ്ങനെ എല്ലാവരും കൂടി ഓടി രക്ഷപ്പെടുന്ന സമയത്ത് സുധീഷും അവരുടെ പുറകെ ഓടുകയും ഒടുവിൽ സുധീഷുമായിട്ട് വലിയൊരു സംഘർഷം ഉണ്ടാക്കുകയാണ്. ഈ ഗുണ്ടകളെല്ലാവരും കൂടെ ഓടി സുധീഷിന് എന്ത് ചെയ്യാനാണ് ഇത്രയും പേരെ. പക്ഷെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പണം പോകല്ലോ, താൻ കള്ളനായി പോകുമല്ലോ എന്ന് ഓർത്ത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ഗുണ്ടകൾ സുധീഷിനെ അടിച്ചൊതുക്കുകയും ഒടുവിൽ വലിച്ചു കയറ്റി ആ വാഹനത്തിൽ ഒരു ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പം വായും കൈയുമെല്ലാം മൂടിക്കെട്ടി ബന്ധനസ്ഥനാക്കിയിട്ടാണ് സുധീഷിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതെന്താണ് എന്നൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ സുധീഷിനെ ആ ആൾപ്പാർപ്പില്ലാത്ത ഒരു ഗോഡൌണിലേക്ക് കൊണ്ടുപോയി തള്ളുകയും അവിടെ പിടിച്ചു കെട്ടിയിടുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതേ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഗുണ്ടകളിൽ ഒരുത്തൻ ഈ രാജീവിനെ വിളിച്ച് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അവൻ്റെ പണവും നമ്മളെ കെട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവനെ ഞങ്ങളിവിടെ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അങ്ങനെ ഈ ഗുണ്ടകൾ നമ്മുടെ സുധീഷിനെ ഒരുപാട് ഉപദ്രവിക്കുകയും അങ്ങനെ ഇതിനിടയിൽ വായടച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താ, നിങ്ങൾ ആരാണ് എന്നൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ലപോലെ അടി കിട്ടുന്നുണ്ട് സുധീഷിന് കേട്ടോ. അങ്ങനെ
ഒടുവിൽ ഈ സമയത്ത് മറുഭാഗത്ത് എല്ലാം സക്സസ് ആയതിൻ്റെ സന്തോഷം രാജീവും അതുപോലെ അരുണും പ്രകടമാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു നാടകം കളിക്കാൻ രാജീവ് തീരുമാനിക്കുക. അങ്ങനെ രാജീവ് പെട്ടെന്ന് ഇവനെ വിളിക്കുക, നമ്മുടെ സുധീഷിനെ വിളിക്കുന്നത് പോലെ എല്ലാവരെയും എന്നെ വെച്ച് വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുകയാണ്. അപ്പം നിധിയോടൊക്കെ പറയുകയാണ്, നിധിയോടും അതുപോലെ നിധിയുടെ അമ്മയോടും ഒക്കെ ആയിട്ട് പറയുകയാണ്, അവൻ സുധീഷിനെ പറഞ്ഞു വിട്ടിട്ട് അവൻ ഇതുവരെ നമ്മൾ പറഞ്ഞു വിട്ട സ്ഥലത്ത് എത്തിയിട്ടില്ല, ഇപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫുമാണല്ലോ എന്ന് പറയാം. അപ്പോൾ ഒരു ആശങ്ക അവിടെ പ്രകടമാക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി ചോദിക്കുക, അച്ഛാ സുധീഷ് അവിടെ ചെന്നില്ലേ എന്ന് ചോദിക്കുക. ഇല്ല മോളെ, എന്തേലും വേണമെങ്കിൽ ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയി കാണും, വേറെ കുഴപ്പമൊന്നുമില്ല, അവനെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാമല്ലോ, വിശ്വസിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് അവൻ ചതിക്കൊന്നുമില്ല, അവനെ കാണുമ്പോൾ തന്നെ അറിയാം, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മോളെ. പിന്നെ നമ്മൾ കൃത്യസമയത്ത് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ചെല്ലാത്തതുകൊണ്ടൊരു ഭയം കൊണ്ട് ഞാൻ അവനെ വിളിച്ചതാണ് എന്ന് പറയുകയാണ്. പെട്ടെന്ന് നിധിക്കും മനസ്സിനുള്ളിൽ ഒരു വെപ്രാളം ഉണ്ടാകുകയാണ്. കാരണം സുധീഷിൻ്റെ കൈ കൊടുത്തുവിട്ടിരിക്കുന്ന ചില്ലറ പണമൊന്നുമല്ല, ഒരുപാട് ലക്ഷങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഇത് വലിയ ടെൻഷനായി പോവുകയാണ് നമ്മുടെ നിധിക്ക്. അങ്ങനെ പിന്നെ അരുണും ഈ സമയത്ത് വന്ന്, അച്ഛാ നമുക്കെന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അപ്പം എന്നാടാ അരുൺ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, സുധീഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ്റെ അച്ഛൻ്റെയും അവൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമല്ല എന്ന് നമുക്കറിയാമല്ലോ. അവൻ വല്ലതും നമ്മളെ ചതിക്കുമോ? ചതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷങ്ങൾ നമുക്ക് നഷ്ടമാകും എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് രാജീവ് പറയേ, എടാ അങ്ങനെയൊന്നും നീ ചിന്തിക്കാറാം, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നമ്മൾ ഏൽപ്പിച്ചപ്പോൾ തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി പോയില്ലേ എന്ന് ചോദിക്കുക. അപ്പം രാജീവ് പറയാണ്, അരുൺ പറയാം, അത് തന്നെ അച്ഛാ എനിക്കും ഡൗട്ട്, അവൻ ഇത്രയും പണവും കണ്ടപ്പോഴത്തേക്കും തന്നെ അവൻ ചിലപ്പം ആ പണവുമായിട്ട് മുങ്ങിയാലോ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് നിധി പറയുക, ചേട്ടൻ എന്നെ ഈ പറയുന്നത്, അവൻ സുധീഷിനെ നമ്മൾ നിർബന്ധിച്ചല്ലേ ഈ പണം ഏൽപ്പിച്ചു വിട്ടത്, അല്ലെങ്കിൽ അച്ഛനും ചേട്ടനും കൂടെ നിർബന്ധിച്ചല്ലേ ഏൽപ്പിച്ചു വിട്ടത്, ആ സുധീഷ് പോകില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ശാന്തമാക്കുവാൻ വേണ്ടി രാജീവ് ശ്രമിക്കുക, മോളെ അവൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ, നമ്മൾ അതിന് കാര്യമാക്കണ്ട, സുധീഷ് വിളിക്കും, അവൻ ചെന്ന് കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും എന്ന് പറയാം, ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകം കളിക്കുകയും ഒടുവിൽ അരുൺ എന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ഫോൺ ചെയ്തിട്ട് പെട്ടെന്ന് വേഗത്തിൽ വന്നിട്ട് പറയുകയാണ്, അച്ഛാ ചതി പറ്റിയെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്, അവൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല, അവൻ്റെ വാഹനം വേറൊരു റൂട്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് എനിക്ക് റൂട്ട് മാപ്പ് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഈ വാഹനത്തിൽ ഇവർ GPS ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പറഞ്ഞ സ്ഥലത്തേക്കല്ല സുധീഷ് പോയത് എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഈ അരുൺ പറയുക. അപ്പോൾ പെട്ടെന്ന് ശരിയാണോടാ എന്ന് രാജീവൻ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, ചിലപ്പോൾ ചേട്ടൻ റൂട്ട് മാപ്പ് മാറ്റിയാണോ കൊടുത്തത്, അല്ലാതെ സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, സുധീഷിനെ എനിക്ക് നല്ലപോലെ അറിയാം, അങ്ങനെ പണം തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അരുൺ പറയാണ്, എടീ നീ ഒന്ന് ചിന്തിക്കും, നമ്മൾ കൊടുത്ത റൂട്ട് മാപ്പിലൂടെ അല്ല അവൻ പോകുന്നത്, അവൻ്റെ വാഹനം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവൻ വേറെ ഏതോ സൈഡിലേക്കാണ് പോകുന്നത്. എനിക്ക് ബലമായ സംശയം പണം അവൻ തട്ടിക്കൊണ്ട് ഇത്രയും പണം കണ്ടപ്പോൾ അവന് മനസ്സിൽ ഒരു മോഹമുണ്ടാകുകയും നമ്മളെ കബളിപ്പിച്ച് രക്ഷപ്പെടാം എന്നൊരു തോന്നലുണ്ടാകുകയും ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ മുങ്ങിയതായിരിക്കുമെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും വെപ്രാളം പ്രകടിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിധിയുടെ അമ്മയും ഈ ചതിയിൽ ഉണ്ട് എന്നുള്ളത് നിധി പോലും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ നിധിയുടെ അമ്മയും പറയാണ്, ചേട്ടാ ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ട്, അവനെക്കുറിച്ച് അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല, പിന്നെ നമ്മുടെ മോളൊരു അബദ്ധം കാണിച്ചു, അതുകൊണ്ട് നമ്മളിങ്ങനെ അവനെ സ്നേഹിച്ചതല്ലേ, പക്ഷേ അവൻ നമ്മളെ ചതിക്കും എന്ന് എനിക്ക് ചതിച്ചു എന്നാണ് എനിക്കും തോന്നുന്നത് എന്നൊക്കെ നിധിയുടെ അമ്മയും പറയാം. അങ്ങനെ എല്ലാവരും ആ സത്യം അത് സത്യമാക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ സുധീഷ് ആ പണവുമായിട്ട് മുങ്ങിയെന്ന് അവിടെ എല്ലാവരുടെയും മുൻപിൽ പ്രകടമാക്കുകയും അങ്ങനെ നിധി വളരെ ടെൻഷൻ അടിച്ച് സുധീഷിനെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം സുധീഷിൻ്റെ ഫോൺ ഓഫാകുകയാണോ. ഈ സമയത്ത് സുധീഷിൻ്റെ ഫോണെല്ലാം ഈ ഗുണ്ടകൾ തല്ലിപ്പൊട്ടിക്കുകയും അവരെ എടുത്തു മാറ്റുകയൊക്കെ സ്വിച്ച് ഓഫ് ഒക്കെ ആക്കുന്നുണ്ട്. ഇതിനിടയിൽ സുധീഷിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. മറുഭാഗത്ത് സുധീഷിനെ അതിക്രൂരമായിട്ട് ഈ ഗുണ്ടകൾ അടിക്കുകയും ഇതിനിടയിൽ അവർ മാറിയ സമയത്ത് പെട്ടെന്ന് സുധീഷ് എങ്ങനെയോ ഈ ഫോൺ എടുത്ത് തൻ്റെ ഫോണെടുത്ത് തൻ്റെ ചേട്ടന്മാരെ വിളിക്കുക, ചേട്ടനെയല്ല നമ്മുടെ ഹരീഷിനെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്കിതുപോലെ ചതി പറ്റിയിട, എന്നെ
ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന സ്ഥലത്ത് ഈ സ്ഥലം എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ഈ റൂട്ടിലാണ്, ഞാനൊരു ഗോഡൗണിലാണ് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹരീഷ് പെട്ടെന്ന് ഞെട്ടുകയും പെട്ടെന്ന് തൻ്റെ അനിയനായ നികേഷിനോടും തൻ്റെ ചേട്ടനോടും സുഭാഷിനോടും പറയുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം എന്ന് ഇവരെ 3 പേരും തീരുമാനിക്കുകയും അങ്ങനെ ഫോൺ ചെയ്യുന്നതൊക്കെ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഇവൻ ഫോൺ വിളിക്കുന്നത് ഒരു ഈ ഗുണ്ടകളിൽപ്പെട്ട ഒരുത്തൻ കാണുകയും ഈ ഫോൺ പിടിച്ചു മേടിക്കുകയും അതിനുശേഷം ഈ വീണ്ടും സുധീഷിനെ മർദ്ദിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ പെട്ടെന്ന് തന്നെ ഈ ഗുണ്ടകൾ ഈ രാജീവനെ വിളിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ അരുണിനെ രാജീവനെ വിളിച്ച് പറയുകയാണ്, ചേട്ടാ സാറേ ഇവൻ ഇന്നപോലെ അബദ്ധത്തിലാണെന്ന് തോന്നുന്നു, ഇവനെ ഒരു ഫോൺ ചെയ്തിട്ടുണ്ട്, ആർക്കോ ഒരു ഫോൺ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഇവൻ പറഞ്ഞു കൊടുത്തോ ഒരു ഡൗട്ടുണ്ട് എന്ന് പറയാണ്. പെട്ടെന്ന് രാജീവും അരുണും കൂടെ പറയുകയാണ്, എന്നാൽ എത്രയും വേഗം അവനെ അവിടെ നിന്ന് മാറ്റിക്കൊള്ളാൻ പറയാം. അങ്ങനെ പെട്ടെന്ന് രാത്രിയായി. അങ്ങനെ ഈ സമയത്ത് രാത്രി തന്നെ സുധീഷിനെ അവിടെ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് എല്ലാവരും കൂടെ കൂടി സുധീഷിനെ വായും കൈയെല്ലാം കെട്ടി മുറുക്കി വേറൊരു വാഹനത്തിൽ കൊണ്ടുപോവുകയും അങ്ങനെ വലിച്ച് വാഹനത്തിൽ കയറ്റി യാത്ര ചെയ്യുക. ഈ സമയത്ത് തന്നെ നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും കൂടെ ബൈക്കിൽ വരിക കേട്ടോ. സുധീഷിനെ അന്വേഷിച്ച് വരുമ്പോൾ ഇവരുടെ ഈ ഗുണ്ടകൾ വന്ന സുധീഷിനെ കൊണ്ടുപോകുന്ന വാഹനം തട്ടുകയും പെട്ടെന്ന് വീഴുകയും ചെയ്യുക. പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് നോക്കുമ്പോൾ സുധീഷും ഈ തൻ്റെ ചേട്ടനെയും അനിയന്മാരെയും കണ്ട് പെട്ടെന്ന് ഈ ക്ലാസ്സിൻ്റെ അകത്തുകൂടെ വെപ്രാളത്തോടു കൂടി നോക്കുക. തനിക്ക് വിളിച്ചു പറയാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അടച്ചു വെച്ചിരിക്കുകയല്ലേ, അപ്പം കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് വിളിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്ന് സുധീഷിനെ ഈ ഹരീഷ് കാണുകയാണ്. ഗ്ലാസിൻ്റെ അകത്തുകൂടെ സുധീഷിനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയും പെട്ടെന്ന് സുഭാഷേട്ടനോട് പറയാം, സുഭാഷേട്ട അതിനകത്ത് സുധീഷേട്ടനുണ്ട് എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഇവർ ബൈക്കെടുത്ത് ആ വാഹനം തടയുകയും പിന്നെ നടക്കുന്നത് വമ്പൻ പ്രകടനം തന്നെയാണ്. അങ്ങനെ സുധീഷിനെ രക്ഷിക്കുവാൻ വേണ്ടി സുഭാഷും ഹരീഷും നികേഷും കൂടെ വൻ ഫൈറ്റ് തന്നെയാണ്. ആ സമയത്തും ഫൈറ്റ് നടത്തുമ്പോഴും നികേഷ് തൻ്റെ ചേട്ടനായ സുധീഷിനെ വാഹനത്തിൽ നിന്ന് ഇറക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ സുഭാഷിൻ്റെ ഒരു മാസ് പ്രകടനം തന്നെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഗുണ്ടകളെയെല്ലാം അടിച്ച് നമ്മുടെ സുഭാഷും ഹരീഷും അടിച്ചൊതുക്കുകയും ആ സമയത്ത് തന്നെ നമ്മൾ നികേഷ് പോയി വാഹനത്തിൽ നിന്ന് സുധീഷിനെ കെട്ടഴിക്കുകയും അങ്ങനെ രക്ഷിക്കുകയും ചെയ്യുക. പിന്നെ ഇവർ 3 പേരും കൂടി ഈ ഗുണ്ടകളെ അടിച്ചൊതുക്കി. അങ്ങനെ എല്ലാ ഗുണ്ടകളും ഓടുന്ന സമയത്ത് ഒരുത്തനെ മാത്രം ഇവരുടെ കൈ കിട്ടിയാട്ടോ. അങ്ങനെ അവനെ പഞ്ഞിക്കിടുന്ന ഒരു മാസ് പ്രകടനം തന്നെയാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ ഈ ഗുണ്ടയുമായിട്ട് സുധീഷ് നേരെ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, നിധിയുടെ വീട്ടിലേക്കാട്ടോ. അങ്ങനെ ആ സുധീഷിനെ അവിടുന്ന് രക്ഷിച്ചതിന് ശേഷം സുധീഷ് ആ ഗുണ്ടയുമായിട്ട് നിധിയുടെ മുൻപിലേക്ക് പോകുന്ന ഒരു ഭാഗമൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ വമ്പൻ ട്വിസ്റ്റോട് കൂടിയാണ് കഥ നിൽക്കുന്നത്. ഇത് വരുന്ന ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.